ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം താൻ പറയാത്തതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കാരണം ഈ ആത്മകഥ പൂർത്തിയായിട്ടില്ല, ഇപ്പോഴും താൻ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ് എന്നല്ലാതെ ഈ പുസ്തകത്തിലെ പല കാര്യങ്ങളും താൻ പറയാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഒളിത്താവളങ്ങളിലൊക്കെ കേരളത്തിൻ്റെ ചരിത്രമായി മാറുമ്പോൾ ഒളിത്താവളങ്ങളിലൊക്കെ തന്നെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി പോലെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ പ്രചരിക്കുമ്പോഴും ഒളിവിലെ ഓർമ്മകളുമായി കമ്മ്യൂണിസ്റ്റുകൾ ജീവിക്കുമ്പോഴും ഒക്കെ ഈ കട്ടൻ ചായയും കട്ടൻ കോഫിയും കട്ടൻ ചായയും മുറിബീഡിയും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ദേശാഭിമാനി പത്രവും, ഇതൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായിരുന്നു. അപ്പോൾ ഇത് തന്നെയാണ് ഒരുപക്ഷെ പുതിയ കമ്മ്യൂണിസ്റ്റുകളെ കാലത്തിൻ്റെ കുത്തൊഴുകിൽ ആർഭാടത്തിൻ്റെ മുനമ്പിലേക്ക് മൂക്കുകുത്തി വീണ പല കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരെയും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. പഴയ കാലം ഒരു കമ്മ്യൂണിസ്റ്റിനുണ്ടായിരുന്നു, വാക്കും പ്രവൃത്തിയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കപ്പെട്ട ഒരു കാലം. ആ കാലത്ത് കട്ടൻ ചായയൊക്കെ തന്നെ ഒരു പ്രതീകമായിരുന്നു. ഈ കട്ടൻ ചായയും പരിപ്പുവടയും ഒക്കെ പ്രതീകമായി മാറിയ ഒരു കമ്മ്യൂണിസ്റ്റ് കാലത്തെക്കുറിച്ചാണ് അദ്ദേഹം അയവിറക്കുന്നതും. അത് പുതിയ കാലത്തോട് അദ്ദേഹം ചേർത്ത് നിർത്തുമ്പോൾ പല ആൾക്കാരുടെയും മുഖപടം അഴിഞ്ഞു വീഴുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല VS അച്യുതാനന്ദൻ സാന്തിയാഗോ മാർട്ടിൽ നിന്ന് ദേശാഭിമാനിക്ക് പരസ്യം വാങ്ങിച്ചതും അതിൽ നിന്ന് സാന്തിയാഗോ മാർട്ടിൽ നിന്ന് പണം വാങ്ങിയതും ഒക്കെ തന്നെ തനിക്കെതിരെ VS അച്യുതാനന്ദൻ ആയുധമാക്കി. പലപ്പോഴും കേരള രാഷ്ട്രീയത്തിലെ ആദർശത്തിൻ്റെ ആൾരൂപമെന്ന് മാധ്യമങ്ങളൊക്കെ കുട്ടിഘോഷിക്കുകയൊക്കെ ചെയ്ത VS അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ അദ്ദേഹവും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഈ പുസ്തകത്തിൽ. തന്നെ മൂലക്കിരുത്താൻ വേണ്ടി അദ്ദേഹം ഈ സാന്തിയാഗോ മാർട്ടിൻ്റെ സംഭാവന ആയുധമാക്കിയെന്നുകൂടി അദ്ദേഹം ഈ പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു. അദ്ദേഹം സ്നേഹമാണെങ്കിൽ അത്യന്തം വാത്സല്യം, പകയാണെങ്കിൽ കടുത്ത പക എന്ന നിലപാടുള്ള രാഷ്ട്രീയ നേതാവായ VS അച്യുതാനന്ദൻ്റെ പകയ്ക്ക് താൻ വിധേയമായത് എങ്ങനെയാണ് എന്നുകൂടി EP ജയരാജൻ ഈ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പല അപ്രിയ സത്യങ്ങളും പുറത്തു വരുമ്പോൾ പല നേതാക്കന്മാരും അവരുടെ വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴും എന്ന കാര്യത്തിൽ സംശയമില്ല. EP ചില കാര്യങ്ങളൊക്കെ നിശ്ചിതമായി തന്നെ പറഞ്ഞു വയ്ക്കുകയാണ്. കാര്യം LDF കൺവീനർ സ്ഥാനത്ത് തന്നെ മാറ്റിയപ്പോഴും ഒക്കെ ഉണ്ടായ വേദനയുടെ ആഴം മറ്റുള്ള പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിലായില്ല, നേതാക്കന്മാർ മനസ്സിലായില്ല. സെൻട്രൽ കമ്മിറ്റി അംഗമായ തന്നെ സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനിച്ച് പുറത്താക്കിയപ്പോൾ അദ്ദേഹം അനുഭവിച്ച വേദന, ദുഃഖം, ഇതൊക്കെ തന്നെ മറ്റ് നേതാക്കന്മാർ അവഗണിച്ചു എന്നുള്ളതും അദ്ദേഹത്തിന് വല്ലാത്ത അസ്വാസ്ഥ്യമുണ്ടാക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷേ കട്ടൻ ചായയും പരിപ്പുവടയും, ഈ പരിപ്പുവട കുറച്ച് കടുത്ത വടയായിരിക്കും എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വഴി എത്രമാത്രം അപകടം പിടിച്ചതാണ് എന്നുകൂടി മനസ്സിലാക്കണമെന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലുകളും ഒക്കെ തന്നെ ഈ പുസ്തകത്തിൻ്റെ താളുകളിൽ ഒളിഞ്ഞും തിളഞ്ഞും കിടക്കുന്നു. എന്തായാലും ഈ കേരള രാഷ്ട്രീയത്തിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്ന കൊടുങ്കാറ്റ് ശക്തമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീജിത്ത് നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ്. ശ്രീജിത്ത്, ഇനി അദ്ദേഹം എത്ര മാറ്റി പറഞ്ഞാലും ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം കേരള രാഷ്ട്രീയത്തെ വേട്ടയാടുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ട് തന്നെ EP ജയരാജനുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൻ്റെ ഓർമ്മയാണ്. അദ്ദേഹം 2008-2009 കാലത്ത് ഈ ബോണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടുമൊക്കെ EPക്കെതിരെ ജീവിതശൈലി മാറ്റവുമായി ബന്ധപ്പെട്ട്, കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതശൈലി മാറ്റവുമായി ബന്ധപ്പെട്ട് പൊതുവിൽ വലിയ വിമർശനങ്ങൾ കേരള സമൂഹത്തിൽ ഉയർന്നു വന്നിരുന്നു. ആ ഘട്ടത്തിലാണ് EP കണ്ണൂരിലൊരു പ്രസംഗം നടത്തിയത്. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ എന്താ, എവിടെങ്കിലും ഇരുന്ന് ഒരു മുറിബീഡിയും വലിച്ച് ഒരു കട്ടൻ ചായയും കഴിച്ച് ഒരു പരിപ്പുവടയും തിന്ന് നടന്നാൽ മതിയോ, ആ കാലമൊക്കെ പോയി എന്ന EPയുടെ ഒരു പ്രതികരണം ഈ വലിയ തോതിൽ അക്കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ആക്ഷേപഹാസ്യ ടെലിവിഷൻ പരിപാടികളിലൊക്കെ തന്നെ പലതവണ ആവർത്തിക്കപ്പെട്ട ഒരു പ്രതികരണമായിരുന്നു ഈ പരിപ്പുവടയും കട്ടൻ ചായയും എന്നുള്ള EPയുടെ പ്രയോഗം. അങ്ങനെയുള്ള ഒരു പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ EPയെ പിന്നെ പരിപ്പുവട കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ തരത്തിൽ ആക്ഷേപിക്കാനും അദ്ദേഹത്തെ പരിഹസിക്കാനും തുടങ്ങി. ആ പരിഹാസത്തിൻ്റെ ഓർമ്മയിലും ആ വിമർശനത്തിൻ്റെ ഓർമ്മയിലുമാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ കഥ എന്നുള്ള പേര് പുസ്തകത്തിലിടാൻ കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് 2008-2009 കാലത്ത് EPയുടെ ഈ പ്രതികരണം, അതായത് ഒരു മുറിബീഡിയും ഒരു കട്ടൻ ചായയും പരിപ്പുവടയും നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ നടന്നാൽ മതിയോ എന്ന EPയുടെ ചോദ്യം വലിയ തോതിൽ ചർച്ച ചെയ്തിരുന്നു. പ്രത്യേകിച്ചും പാർട്ടിക്ക് വലത് വ്യതിയാനമുണ്ട് എന്ന ചർച്ചയാണ് ആ ഘട്ടത്തിൽ VS അച്യുതാനന്ദനും അനുകൂലികളും പാർട്ടിക്കകത്ത് ഉയർത്തിവിട്ടത്. അപ്പോൾ നേതാക്കളുടെ ജീവിതശൈലി അടക്കം മാറുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയായിട്ടാണ് ആ ഘട്ടത്തിൽ EPയുടെ പ്രതികരണങ്ങൾ വായിക്കപ്പെട്ടത്, വിമർശിക്കപ്പെട്ടത്. അതിൻ്റെ ഓർമ്മയിൽ നിന്നാവണം ഈ പുസ്തകത്തിന് ഇങ്ങനെ ഒരു പേര് നൽകിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം തന്നെ EP ചൂണ്ടിക്കാണിക്കുന്ന പല കാര്യങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാര്യത്തിൽ ഡോക്ടർ P സരിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഡോക്ടർ P സരിൻ്റെ സ്ഥാനാർത്ഥിത്വം CPIMൻ്റെ സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഉണ്ടായ ഒരു കാര്യമാണ്. അതായത് ഏതൊരാൾ അദ്ദേഹം മുൻപ് വിശ്വസിച്ചിരുന്ന പ്രത്യയശാസ്ത്രത്തെ തള്ളിപ്പറഞ്ഞ്
രാഷ്ട്രീയമായി തള്ളിപ്പറഞ്ഞ് മുന്നോട്ട് വരികയാണെങ്കിൽ ആ ആളെ പാർട്ടിയുടെ കൂട്ടാരത്തിലേക്ക് ചേർക്കാമെന്നത് CPIഎമ്മിൻ്റെ നയമാണ്. CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അത് പലതവണ സരിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന് ഘടകവിരുദ്ധമായ ഒരു സമീപനമാണ് ഇപ്പോഴും CPIഎമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായി EP ജയരാജൻ പ്രകടിപ്പിക്കുന്നത്. ഒരുപക്ഷെ പാർട്ടിയുടെ നടപടികളടക്കം ക്ഷണിച്ചു വരുത്താൻ ഇടയുള്ള കാര്യമാണത്.